സംസ്ഥാനത്ത് ഇന്ന് മിക്ക ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിലും കാസർഗോഡും റെഡ് അലേർട്ടാണ്. കോട്ടയം മുതൽ വയനാട് വരെ ഓറഞ്ച് അലേർട്ടും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ യെല്ലോ അലേർട്ടാണ്. നമുക്ക് ആദ്യം ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. അത് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മറ്റ് എല്ലായിടങ്ങളിലും ഓറഞ്ച് അലേർട്ടാണുള്ളത്. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും യെല്ലോ അലേർട്ട് ആണെങ്കിലും അത് റെഡ് അലേർട്ടിന് സമാനമായി തന്നെ കാണണം. നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ശക്തമായ കാറ്റിലുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. മലയോര മേഖലയിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ചും. വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം അമൽ തേരമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അമൽ, തിരുവനന്തപുരത്ത് അതിശക്തമായ കാറ്റും മഴയും ഇന്നും തുടരുമെന്നാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്നലത്തെ മഴയിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്? ഇന്ന് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്? മോത്തി, ഇന്നലെ വൈകിട്ട് ഒരു 6 മണിയോട് കൂടി തുടങ്ങിയ ശക്തമായ മഴയാണ്. ചില സമയങ്ങളിൽ ഒന്ന് ശമിക്കുമെന്നത് മാറ്റി നിർത്തിയാൽ പിന്നീട് അതിശക്തമായ മഴ പെയ്യുന്നു. നഗരത്തിൽ പെയ്യുന്ന അതേ തീവ്രതയിൽ തന്നെ മലയോര മേഖലയിലും മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ 12 വീടുകൾ പൂർണ്ണമായും തകരുകയും അതോടൊപ്പം തന്നെ 32 വീടുകൾക്ക് നിസ്സാര കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗുരുതരമായ പരിക്കല്ല. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകർന്ന നിലയിലാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മരങ്ങളെല്ലാം ലൈംഗികൾക്കും ഉള്ളിലേക്കും മറ്റുമൊക്കെ വീണാണ് ഇത്തരം പ്രശ്നമുണ്ടാകുന്നത്. തിരുവനന്തപുരം നഗരത്തിലും ഇന്നലെ പലയിടങ്ങളിലും മരം വീണിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാക്കയിലാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്ന വഴിയാണ്. അവിടെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ നഗരത്തിലെ മറ്റു സ്ഥലങ്ങളിൽ ഇന്നലെ മാനവീയം വീതി അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കിഴക്കേക്കോട്ട അടക്കമുള്ള സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് രാവിലെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പ്രദേശങ്ങളിൽ കാര്യമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ചാക്കയിൽ ഇവിടെ സാധാരണ നിലയിൽ ഒരു ശക്തമായ മഴയുണ്ടായാൽ ഉടൻ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ മഴ രാവിലെ കുറച്ച് സമയം ശക്തമായ കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ശക്തമായ കാറ്റ് വീശുന്നില്ല. ഇങ്ങനെ അങ്ങ് തുടരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ വന്ന മുന്നറിയിപ്പ് അനുസരിച്ചാണ് എങ്കിൽ തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ടുമില്ല. ഇന്നലെയും ഇതുതന്നെയായിരുന്നു. പക്ഷേ വൈകുന്നേരത്തിലേക്ക് എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ അലർട്ട് മാറി വരുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു. അതിശക്തമായ മഴയുണ്ടാകുന്നു. വാഹനമൊക്കെ ഓടിച്ചു പോകാൻ പോലും പറ്റാത്ത അത്ര വെള്ളമാണ് വന്ന് വീണുകൊണ്ടിരുന്നത്. ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ അവിടേക്കും ഇവിടേക്കുമായി ഇങ്ങനെ പോകുന്നത് കാണാം. കേരള ഡിഫൻസിൻ്റെ വാഹനങ്ങളുമാണ്. അപ്പോൾ എവിടേക്കോ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ നഗരത്തിലേക്കാണ് ആ വാഹനം കടന്നു പോകുന്നത്. ഇവിടെ ചാക്ക ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നുമുള്ള വാഹനമാണ് പോകുന്നത്. അങ്ങനെ അതോടൊപ്പം ഈ കാറ്റിന്റെ കാര്യം പറയുമ്പോൾ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. ഇതിപ്പോൾ കാലവർഷമാണോ, ശരിക്കും കാലവർഷത്തിന് മുന്നോടിയായിട്ടുള്ള മഴയാണോ എന്നതിൽ ഒരു വ്യക്തത പോലും ഇല്ല. അത്രയധികം ശക്തമായാണ് മഴ പെയ്യുന്നത്.